ജടായു രാമനാമത്തിൽ ഒരന്ത്യം. സീതാദേവിയെ അന്വേഷിച്ചു നടക്കുന്ന വാനരപ്പടയെ ജടായു കണ്ടുമുട്ടുന്നു. തന്റെ അടുത്ത് വന്ന കുരങ്ങന്മാരോട് ജടായു തന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു: ഞാൻ അരുണദേവനും ശേനീദേവിക്കും പിറന്ന ജടായു എന്ന പക്ഷിയാണ്. എന്റെ ജ്യേഷ്ഠനാണ് സമ്പാതി. 2 ചിറകുകളും വെട്ടിയെറുക്കപ്പെട്ട കുറ്റികളിൽ നിന്ന് അപ്പോഴും ചോര വരുന്നുണ്ടായിരുന്നു. കുരങ്ങുകളിലെ കാരണവരായ ജാംബവാൻ ചോദിച്ചു: താങ്കൾ പറഞ്ഞിടത്തോളം ഞങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ ചിറകും കാലം മുറിക്കപ്പെട്ടതെങ്ങനെയാണ്? എന്തുണ്ടായി? വിവരം പറയൂ. ഞാൻ കുട്ടിക്കാലത്ത് തന്നെ കുസൃതിക്കാരനായിരുന്നു. ഉയരമുള്ള മരത്തിന്റെ ഉച്ചിയിൽ ചാടി ചാടി കയറി അവിടെ നിന്ന് അതേ ഉയരമുള്ള മറ്റൊരു മരത്തിലേക്ക് പറക്കുക, ആഴമുള്ള കിണറുകളിൽ പറന്നിറങ്ങി അവയുടെ ഭിത്തികളിലെ മാളങ്ങളിൽ കഴിയുന്ന പ്രാവുകളെയും പൊന്മാന്മാരെയും ഭയപ്പെടുത്തി ഓടിക്കുക എന്നിവയെല്ലാം എന്റെ സാഹസിക വിനോദങ്ങളായിരുന്നു. അമ്മയും ജ്യേഷ്ഠൻ സമ്പാദിയും വികൃതികളിൽ നിന്ന് വിലക്കിയിരുന്നു. ഒരിക്കൽ ഒരു കാട്ടാന പുഴയിൽ നിന്ന് തുമ്പിക്കൈയാൽ വെള്ളം വലിച്ചു കുടിക്കുമ്പോൾ ഞാൻ അതിന്റെ പുറത്തു വന്ന് ഇരുന്നു. ആന ദേഷ്യം വന്ന് നിവർന്നു നിന്ന് തുമ്പിക്കൈ വീശി എന്റെ കാലിൽ പിടികൂടി. അപകടം കണ്ടുവന്ന സമ്പാദി ആനയുടെ നെറ്റിയിലൊരു കുത്തുകൊടുത്തു. ആന എന്റെ കാലിലെ പിടിവിട്ട് സമ്പാദിക്ക് നേരം തുമ്പിക്കൈ വീശി. ഞങ്ങൾ 2 പേരും രക്ഷപ്പെട്ടു. അമ്മ എന്നെ വഴക്കു പറഞ്ഞു: ജടായു അങ്ങനെ അന്തമില്ലായ്മ കാണിച്ചാൽ എപ്പോഴും ജ്യേഷ്ഠന്റെയും എന്റെയും കണ്ണിൽ പെട്ടെന്ന് വരില്ല. എങ്കിലും എന്റെയും എല്ലാ പ്രവർത്തനങ്ങളും സമ്പാദി നിരീക്ഷിച്ചിരുന്നു. സ്വർഗലോകത്ത് ഇന്ദ്രന്റെ തേരാളിയായ അച്ഛനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. ഞാൻ ഒറ്റയ്ക്ക് ദേവലോകത്തേക്ക് പറക്കാൻ ശ്രമിച്ചു. അമ്മ എന്നെ വിലക്കിയെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. സമ്പാദി എന്നോടൊപ്പം വന്നു. ഞങ്ങൾ ദേവലോകത്തേക്ക് പറന്നു. പറന്ന് സൂര്യമണ്ഡലത്തിലെത്തിയപ്പോൾ ഭയങ്കരമായ ചൂട് തോന്നി. സമ്പാദി എനിക്ക് മീതെ നിഴൽ വിരിച്ച് പരന്നു. സൂര്യതാപമേറ്റ് ജ്യേഷ്ഠന്റെ ചിറകുകൾ കരിഞ്ഞ് താഴെ എവിടെയോ വീണു. പിന്നീട് ഒരിക്കലും ഞാൻ സമ്പാദിയെ കണ്ടിട്ടില്ല. പാവം എവിടെയെങ്കിലും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാകും. ജടായുവിന്റെ തൊണ്ടയിടറി കണ്ണു നിറഞ്ഞു. ആവട്ടെ, നീ ഇവിടെ ഇങ്ങനെ എങ്ങനെ എത്തി? ക്ഷമകെട്ട് വാനരബാലനായ അംഗദൻ ചോദിച്ചു. ജടായു തന്റെ കഥ തുടർന്നു. ജ്യേഷ്ഠനെ തിരഞ്ഞുകൊണ്ട് ഞാൻ വനങ്ങളിലെല്ലാം നടന്നു. ഗ്രശ്യ മൂകാചലത്തെത്തവേ ആകാശത്ത് നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടു. ഞാൻ മേലോട്ട് പറന്നു. വിമാനത്തിൽ നിന്നായിരുന്നു നിലവിളി. ഞാൻ പറന്ന് വിമാനം തടഞ്ഞു. വിമാനത്തിൽ നിന്ന് രാവണൻ എഴുന്നേറ്റ് ഞാൻ രാവണന്റെ മുഖത്തടിച്ച് കിരീടം തട്ടിത്തെറിപ്പിച്ചു. വിമാനം തകർത്ത് സീതാദേവിയെ രക്ഷിക്കണമെന്ന് കരുതി ഞാൻ രാവണനുമായി ശക്തിയായി യുദ്ധം ചെയ്തു. ഒടുവിൽ രാവണൻ തന്റെ ചന്ദ്രഹാസം എന്ന വാളെടുത്ത് വെട്ടി. എന്റെ 2 ചിറകുകളും വെട്ടിത്തെറിപ്പിച്ചു. പിന്നെ കാലുകളും വെട്ടി. ഞാൻ ഈ വനത്തിൽ വീണു. രാക്ഷസൻ സീതാദേവിയെയും കൊണ്ട് തെക്കോട്ടു പോയി. ജടായു തളർന്ന് അവൻ കണ്ണു ചിമ്മി ശ്രീരാമ രാമ എന്ന് ജപിച്ചു. വാനരന്മാർ വിവരം ശ്രീരാമനെയും ലക്ഷ്മണനെയും അറിയിച്ചു. രാമലക്ഷ്മണന്മാർ ജടായുവിന്റെ അടുത്തെത്തി. ജടായു കണ്ണു തുറന്ന് രാമലക്ഷ്മണന്മാരെ കൺനിറയെ കണ്ടു. രാമരാമ എന്ന് ജപിച്ചുകൊണ്ട് കണ്ണടച്ചു. ലക്ഷ്മണനും വാനരന്മാരും ചേർന്ന് ജടായുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നു. ശ്രീരാമദേവൻ ജടായുവിന് മോക്ഷം നൽകി.